വാർഡ് മെമ്പർമാരായ ശൈലജ ടീച്ചർ, ബാബു KV, നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ടൈറ്റിൽ സ്പോൺസറായ കാനറ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ ടെസ്വിൻ ജോസ്, നമ്മുടെ പ്രിയങ്കരനായ ശശി മാസ്റ്റർ, PSFന്റെ ട്രഷറർ പ്രദീപൻ അവരുടെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പേരാവൂരിന്റെ കായിക വളർച്ചയ്ക്ക് മുതൽക്കോട്ടായിട്ടുള്ള ഊർജ്ജസ്വലഭം കർമ്മനിരതരമായിട്ടുള്ള കായിക പ്രേമികളെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. 2025 ഡിസംബർ 27 നടക്കുന്ന മാരത്തോണിന്റെ ലോഞ്ചിങ് ആണ്. ഏതായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയും ഊർജ്ജസ്വലരായ ഒരു കൂട്ടം യുവാക്കൾ തന്നെ വേണമെങ്കിൽ പറയാം, കാരണം ആരുടെ മുഖത്ത് അങ്ങനെ ഒരു പ്രായമൊന്നും കാണുന്നില്ല. അപ്പൊ ഇത്രയധികം ആൾക്കാർ സംഘടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പേരാവൂർ മാരത്തോണിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത് 5150 പേരാണ്. ഞാൻ സ്വപ്നം കാണുന്നത് 10,000 ആളുകളെ ഈ പ്രാവശ്യം പങ്കെടുപ്പിക്കാൻ കഴിയുന്നുള്ളതാണ്. പക്ഷെ എന്റെ പ്രസിഡന്റ് മറ്റും ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യത്തെ പേരാവൂർ മാരത്തോൺ വിജയിപ്പിക്കാനുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് കാണുന്ന നമ്മുടെ നാടിന്റെ ഒരു സംഭവം, നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ മയക്കുമരുന്നിന്റെ അതിപ്രസരമാണ്. ഒരു നാടിന്റെ ശക്തി എന്ന് പറയുന്നത് നാട്ടിലെ യുവതകളാണ്. അതായത് വളർന്നു വരുന്ന കുട്ടികൾ, ചെറുബാല്യത്തിന്റെയും വാർദ്ധക്യത്തിന്റെയും ഇടയിലുള്ള ആ പ്രായം, അവർക്കാണ് ഈ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് മിക്കവാറും ആളുകൾ ഇതിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സിറിഞ്ചുകൾ തപ്പി നടക്കുന്നതായിട്ടാണ് കാണുന്നത്, കാരണം ഇത് കുത്തിവെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ HIV പോലെയുള്ള മാരകമായ രോഗങ്ങൾ കുട്ടികൾക്ക് പടർന്നു പിടിക്കുന്നു, ചെറിയ 19-20 വയസ്സുള്ള കുട്ടികൾക്ക്. അപ്പൊ നമ്മളെ ഇതെടുത്ത് പറയാൻ കാരണം നമ്മുടെ ഈ മാരത്തോണിന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് നോ ടു ഡ്രഗ്സ്. പല മാരത്തോണുകൾ ഇപ്പൊ നടക്കുന്നുണ്ട്. എല്ലാവരും ഇത് തന്നെയാണ് കാതലായി എടുത്തു പറയുന്നത്, എങ്ങനെയെങ്കിലും ഇതിനെ ഈ മഹാമാരിയെ പിടിച്ചു നിർത്തണം. അപ്പൊ മയക്കുമരുന്നിന്റെ ഉപയോഗം കുറച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ മാസാമാസങ്ങളിൽ നടക്കുന്ന എല്ലാ മാരത്തോണും, എത്ര മാരത്തോൺ വന്നാലും സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുകയാണ്. പ്രത്യേകിച്ച് പേരാവൂരിൽ ഏത് മാരത്തോൺ വന്നാലും വിജയിക്കും, കാരണം പേരാവൂരിൽ ഒരു സ്പോർട്സിന്റെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ കോച്ചിങ് ക്യാമ്പുകളും എല്ലാ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും നടക്കുന്നു. ഈ സ്പോർട്സിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ സ്പോർട്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത് നമ്മുടെ നിയമം അനുസരിക്കാൻ പഠിക്കുന്നു, പിന്നെ നമുക്ക് കൂട്ടായ്മ ഉണ്ടാവുന്നു, പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്കുണ്ടാവുന്നു, പിന്നെ അവസാനമായിട്ട് നമ്മുടെ മക്കള് തോൽക്കാനും പഠിക്കുന്നു. ജീവിതത്തിലെ തോൽവി എന്താണെന്ന് അറിഞ്ഞു വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എന്തായാലും നമുക്ക് ഇതിനെതിരെ പോരാടിയേ പറ്റൂ. വെറുതെ ഒരു മാരത്തോൺ നടത്തി നമ്മുടെ ഈ പേര് നോ ടു ഡ്രഗ്സ് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ആരും നമ്മളെപ്പോഴും തനിച്ചാണെന്നുള്ള വിചാരം ഉണ്ടായിരിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി ബോധവൽക്കരണം കൊടുക്കേണ്ടത് നമ്മളാണ്. അപ്പൊ അധ്യാപകരായാലും പോലീസായാലും എക്സൈസ് ആയാലും അവർക്ക് ചെയ്യുന്നൊരു പരിധിയുണ്ട്. അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, പോകുന്നു. അതിൽ കവിഞ്ഞ് നമ്മുടെ മക്കളെ നോക്കേണ്ടത് നല്ല രീതിയിൽ അവർ പോകുന്ന വഴികൾ, സ്കൂളിലേക്ക് പോയാൽ സ്കൂളിൽ എത്തുന്നുണ്ടോ, സ്കൂളിൽ തിരിച്ചു വരുന്നുണ്ടോ. മിക്കവാറും സ്കൂളുകളിലേക്ക് ഞാൻ കുറ്റപ്പെടുന്നതല്ല, മിക്കവാറും സ്കൂളുകളിൽ കോമ്പൗണ്ടിന്റെ അടുത്ത് തന്നെ ഈ മയക്കുമരുന്ന് ലോബികളുടെ അതിപ്രസരമുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ പേരാവൂർ MLA സണ്ണി ജോസഫ് അവറുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സ്വാഗതം പ്രസംഗം അവസാനിപ്പിക്കേണ്ട സാറിനെ തിരക്കൊണ്ട് സാറ് ഉദ്ഘാടനം ചെയ്ത് പെട്ടെന്ന് ഒരു വാക്ക് പറഞ്ഞു പോകുമെന്ന് എന്നോട് അറിയിച്ചിരുന്നു. അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു. പ്രിയമുള്ളവര്, ഞാന് വൈകി വന്നിട്ട് നേരത്തെ പോകുന്നതിന് നിങ്ങളുടെ അനുവാദം ചോദിക്കുകയാണ്. അതിന്റെ കുട്ടിയച്ചൻ CI എന്നെ ഈ പരിപാടി ക്ഷണിക്കുമ്പോൾ ഞാൻ നേരത്തെ എന്റെ പരിപാടികൾ പേരാവൂരിൽ തന്നെ വണ്ടർവള്ളി സ്കൂളിലെ പരിപാടി, വേറെ പരിപാടിയുണ്ട്. ഇതിനിടയിൽ ആലക്കോട് വെച്ച് നടക്കുന്ന ദീപികയുടെ പരിപാടി, ആലക്കോട് ദീപികയുടെ പരിപാടിക്ക് 8:30 മണിക്കെങ്കിലും ചെല്ലുന്നു. ഇവിടെ വൈകി വന്നു. എല്ലാവിധ ആശംസകളും നേരുകയാണ്. പേരാവൂര് വളരെ നല്ല മഹനീയമായിട്ടുള്ള പ്രവർത്തികൾ നടക്കുന്ന ഒരു മേഖലയാണ്. പേരാവൂരിൻ്റെ പേരും പെരുമയും ഉയർത്തിയത് കായിക കുതിപ്പ് തന്നെയാണ്. ഈ ദിവസങ്ങളിൽ അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിലും എനിക്ക് പേരാവൂരിനെ കുറിച്ച്, ജിമ്മി ജോർജ് ഉൾപ്പെടെയുള്ള കായിക പ്രതിഭകളെ കുറിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ സംസാരിക്കാൻ സാധിച്ചു.
അത് വളരെ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണ്. ഇപ്പോൾ പേരാവൂരിലെ മാരത്തോൺ ഞാൻ നമ്മുടെ കളക്ടറായിരുന്ന അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു മീർ മുഹമ്മദ് തിരക്കുള്ളതുകൊണ്ടാണ് പേര് പറഞ്ഞത്. മീർ മുഹമ്മദിനെ ഇപ്പൊ തിരുവനന്തപുരത്ത് അദ്ദേഹം ഗവൺമെന്റ് സെക്രട്ടറി ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ വീണ്ടും തമാശയായിട്ട് എനിക്ക് ഇനി മാരത്തോണിന് വരുന്നുണ്ട്. വരാൻ റെഡിയായിട്ട് പുള്ളി ഇപ്പോഴും നല്ല എങ്ങനെ എനർജറ്റിക് ആയിട്ട് പേരാവൂരിന്റെ ആ പേരും പ്രശസ്തിയും നിലനിർത്താൻ സെക്കൻഡറി ആയിട്ട് രണ്ടാമതായിട്ട് നമ്മളെ സഹായിച്ച ഒരു വലിയ ഒരു സംഭവം തന്നെയാണ് ഈ മാരത്തോൺ എന്ന് പറയുന്ന. ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘാടക മികവിന്റെ പങ്കാളിത്തത്തിന്റെ എല്ലാം അർത്ഥതലങ്ങളിൽ വളരെ ഗംഭീരമായിട്ട് നടത്താൻ സാധിക്കുന്നു. ഇപ്രാവശ്യനോട് സെബാസ്റ്റ്യൻ പറഞ്ഞത് അതിൽ നിന്ന് അതിന്റെ ഒരു ലാഭം കഴിഞ്ഞ പ്രാവശ്യത്തെ മാരത്തോണിന്റെ ലാഭം ഉപയോഗിച്ചുകൊണ്ട് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് ആ പൈസ ചെലവഴിക്കാൻ സാധിക്കുന്നു. അപ്പൊ നല്ല ഉദ്ദേശത്തോടു കൂടി ഇപ്രാവശ്യം ലഹരിക്കെതിരെ കൂടി ഈ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എല്ലാ വിജയങ്ങളും വെൽ ബിഗൺ ഹാഫ്റ്റൺ പലപ്പോഴും ഞാൻ പറയാൻ പറയുന്ന വാക്കാണ്. ഇവിടെ നന്നായിട്ട് ആരംഭിക്കാൻ സാധിച്ചു. 2025 മാരത്തോൺ അതിന്റെ തുടക്കം വളരെ നന്നായിട്ട് ഇവിടെ നടക്കുകയാണ്. എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. ഡിസംബർ 27 ചാനലിൽ എന്നെ ഓർമ്മിപ്പിച്ച് നന്നായി. ഡിസംബർ 27 സമയം രാവിലെ സാധാരണ പോലെ 6 മണി അല്ലേ? അപ്പൊ ഞാനും ഉണ്ടാകും, എല്ലാവരും ഉണ്ടാകണം, കൂടുതൽ ആളുകൾ വരുമെന്ന നിറഞ്ഞ പ്രതീക്ഷയിൽ ഡിസംബർ 27 പേരാവൂർ മാരത്തോൺ കിട്ടിയത്. അതിപ്പോ ഒരു റെസൊല്യൂഷൻ എഴുതിക്കൊണ്ട് നമ്മുടെ സ്റ്റേഡിയം നവീകരണത്തിന് വേണ്ടി 10 ലക്ഷം രൂപ ഇപ്പൊ തന്നെ മാറ്റിവെച്ചു കഴിഞ്ഞു. പിന്നീടുള്ള ഇതുപോലുള്ള നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവാണ്. ഏതായാലും ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പതാണ്, നമ്മളിവിടുന്ന് സംഭരിക്കുന്ന ഇതേ രീതിയിലുള്ള ഈ സാധാരണ ആൾക്കാർ അല്ലെങ്കിൽ ക്ലബിന്റെ ആൾക്കാർ പല ക്ലബ്ബുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം കഷ്ടപ്പെട്ട് രജിസ്ട്രേഷൻ പിടിച്ച് ഇങ്ങനെ കിട്ടുന്ന ഈ പൈസ ഈ നാടിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കും എന്നുള്ളൊരു ഉറപ്പ് ഞാൻ തരികയാണ്. ഒരു പൈസ ഇതിനകത്ത് പോകാതെ മുഴുവൻ പൈസയും, ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നമ്മൾ അറിയുന്നത്. കാരണം ഏതെങ്കിലും ഒരു ക്ലബിനോ ഒരു സൊസൈറ്റിക്കോ ഒരു അക്കാദമിക്കോ അവകാശപ്പെടാൻ പറ്റില്ല 14 ലക്ഷം അല്ലെ 13 ലക്ഷം രൂപ ലാഭം കിട്ടിയപ്പോൾ ഈ 13 ലക്ഷം രൂപയും ഈ നാടിന് വേണ്ടി ചെലവാക്കും എന്നൊരു ഉറപ്പ് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് ചെയ്തതാണ്. ഈ നാടിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും വേണ്ടി ഈ പൈസ നമ്മൾ ചെലവഴിക്കും. ചെറിയൊരു പൈസ മാത്രം ഇത് മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഫണ്ട് വേണമല്ലോ. ഞങ്ങൾക്കും ഒരു സ്ഥലവും ഒരു ബിൽഡിംഗ് ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിന്റെ ഭാവിയിൽ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇനി വരുന്ന അടുത്ത മാരത്തോണിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് ക്ലബ്ബുകൾ ഇപ്പൊ തൊണ്ടിയിൽ തന്നെ നല്ല ക്ലബ്ബുകൾ, ഇപ്പം പണ്ടത്തെ കാലത്ത് ഒരുപാട് ക്ലബ്ബുകൾ വന്നെങ്കിലും പലതും പതിയെ ഇല്ലാതാവുന്ന അവസ്ഥയായിരുന്നു. തൊണ്ടിയിലെ പുലിരി ക്ലബ്ബ്, പാസ്, സംഗമം, ജനശ്രീ, പിന്നെ മാർഗദീപം, തെച്ചുവഴിയിൽ ധാരാളം ക്ലബ്ബുകൾ. അതിനേക്കാൾ ഉപരിയായിട്ട് നെടുമ്പഴച്ചാൽ ഒരു ക്ലബ്ബുണ്ട്, ഗയാ ക്ലബ്ബ്. അവർ ചെയ്യുന്നത് അവർക്ക് രജിസ്ട്രേഷൻ ഒന്നുമില്ല. പക്ഷെ അവരുടെ ക്ലബ്ബുമായിട്ട് അടുത്ത് പല മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം അവർ കാഴ്ചവെക്കുന്നത്. അതുപോലെ ഒരു ക്ലബ്ബ് ഇല്ലാതെ തന്നെ വേണമെങ്കിൽ പറയാം. ലക്ഷങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ക്ലബ്ബുകൾ, അതുപോലെ വ്യാപാരി സുഹൃത്തുക്കൾ എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഒന്ന് മനസ്സ് വെച്ച ഇത്രയധികം ആൾക്കാർ ഇവിടെ, ഇത്ര നല്ല ശക്തരായ ആൾക്കാർ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പം എന്തുകൊണ്ടാണ് 10,000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു മാരത്തോൺ നമുക്ക് നടത്താൻ പറ്റാത്തത്? ഓരോരുത്തരും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറായി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും എന്ന ചിന്ത മാറ്റി വെച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 10,000 ആളുകളെ പങ്കെടുപ്പിക്കാൻ നമുക്ക് പറ്റും. കഴിഞ്ഞ കൊല്ലത്തെ പേരാവൂർ മാരത്തോൺ ആ വീഡിയോ കണ്ടാൽ അറിയാം. ആളുകൾ ഇങ്ങനെ ഒഴുകി തലശ്ശേരിയിൽ മാരത്തോൺ നടത്തുന്ന എക്സൈസ് റിട്ടയർഡ് കമ്മീഷണറോട് പറയാം, നിങ്ങളുടെ മാരത്തോൺ വീഡിയോ കണ്ടിട്ട് ആളുകൾ ഒഴുകി തീരുന്നില്ലല്ലോ. അതിനേക്കാളൊക്കെ 5,000 ആയപ്പോ അങ്ങനെ. അപ്പൊ 10,000 ആളുകളെ വന്നാൽ നമുക്ക് ഇപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും, 10,000 ആളുകളെ പങ്കെടുപ്പിക്കാൻ പറ്റുമോ? പണ്ട് പേരാവൂർ ചേംബറാണല്ലോ നമ്മുടെ ഈ മാരത്തോൺ തുടങ്ങി വെച്ചത്. അപ്പൊ അന്ന് ഞാൻ ആദ്യമായിട്ട് സർവീസിലിരിക്കുന്ന മീറ്റിംഗിൽ വന്നപ്പോൾ, സർവീസിലിരിക്കാൻ അങ്ങനെ ഒരുപാട് പ്രവർത്തിക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം KPDIP എന്നിട്ട് വലിയൊരു വാള് ഞങ്ങളുടെ തലയുടെ മുകളിലുണ്ട്. ഇവിടെ ഇപ്പൊ 20 SIമാർ റിട്ടയർഡ് വന്നിരിപ്പുണ്ട്. അവർക്കൊക്കെ അറിയാം കേരള പോലീസ് ഡിസിപ്ലിനറി പ്രൊസീജിയർ. നമുക്കൊരു ക്ലബിൽ മെമ്പർ ആവാനോ പ്രവർത്തിക്കാനോ പത്രസമ്മേളനം നടത്താനോ ഒന്നും സാധിക്കില്ല. അതിലെല്ലാം പൂച്ചുവെല്ലാം കേട്ടിട്ടാണ് ഞങ്ങൾ അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ പ്രവർത്തിച്ചുള്ള പരിചയം ഞങ്ങൾക്ക് കുറവായിരിക്കും. അപ്പം ഇത്രയധികം ആളുകൾ നമുക്ക് കരുത്തന്മാരായി ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കാതെ ഒരാളിന് 100 രജിസ്ട്രേഷൻ, ഞാൻ എന്തായാലും പേരാവൂർ മാരത്തോണിന് വേണ്ടി, അത് ഏത് മാരത്തോൺ ആയിക്കോട്ടെ, മിഡ് നൈറ്റ് മാരത്തോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ലഹരിക്കെതിരെ പുതിയൊരു മാരത്തോൺ റണ്ണേഴ്സ് ക്ലബ്ബ് വന്നിട്ടുണ്ട്, അവരും മാരത്തോൺ നടത്തുന്നുണ്ട്. എല്ലാവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എടുത്തുകൊണ്ട് എല്ലാവരും ശ്രമിച്ചാൽ ഡിസംബർ 27 നടക്കുന്ന നമ്മുടെ ഈ പേരാവൂർ മാരത്തോണിൽ 10,000 ആളെ പങ്കെടുപ്പിക്കാൻ പറ്റൂലേ? ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം 1043 രജിസ്ട്രേഷൻ നടത്തി, ഞാൻ എന്റെ കുട്ടികളും ചേർന്ന്. ഞാൻ ഇപ്രാവശ്യം മനസ്സിൽ ഓർമ്മ 2,000-2,500 ആളെ ഈസിയായിട്ട് പിടിക്കാറുണ്ട്. കഷ്ടപ്പെടാനൊന്നും പറ്റത്തില്ലല്ലോ.
കഷ്ടപ്പെടാൻ തയ്യാറായി. റിസ്ക് എടുക്കേണ്ട ആരാ വിജയിച്ചിട്ടുള്ളത്? റിസ്ക് എടുക്കണം. അങ്ങനെ ആ മാരത്തോൺ, ആദ്യത്തെ ചേംബറിന്റെ ആദ്യത്തെ മാരത്തോൺ ഞാൻ പറഞ്ഞു നമുക്കൊരു 1500 ആളുകളെ പങ്കെടുപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിൽ 1-2 ആൾക്കാർ പറഞ്ഞു, ഈ പേരാവൂര്, ഈ ചെറിയ ഗ്രാമത്തില് നമുക്ക് 1500 ആളെ പങ്കെടുപ്പിക്കാൻ പറ്റുമോ സാറേ? കാരണം അവർക്ക് അങ്ങനെ ചെയ്ത് പരിചയമില്ലാത്ത, കുറ്റപ്പെടുന്നില്ല, ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ടാണ്, റിസ്ക് എടുക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ്. റിസ്ക് എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ എന്തായിട്ടുള്ളത്? ആ 1500 നിന്നാണ് ഇപ്പം 5000 കടന്നിരിക്കുന്നത്. അപ്പൊ അടുത്ത വർഷം ഞാൻ 10000 നമ്മൾ സ്വപ്നം കണ്ടാൽ എന്തായാലും 7500 എത്തണം. ഈ അബ്ദുൽ കലാം സാർ പറയും പോലെ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അല്ലെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് പോലെ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, വർക്ക് ചെയ്യാൻ തയ്യാറാവണം, കഷ്ടപ്പെടാൻ തയ്യാറാവണം. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടത് കൊണ്ടോ കുറച്ച് കൂടുതൽ ഡിസിപ്ലിൻ നമുക്ക് വന്നത് കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം നമ്മൾ അധ്വാനിച്ചുകൊണ്ട് നമുക്ക് എന്താ പറ്റുന്നത്? ആവശ്യങ്ങൾ നമുക്ക് കലോറി കൊടുക്കും. 2500 കലോറി മതിയിൽ ഒരു പുരുഷൻ ജീവിക്കാൻ. സ്ത്രീകൾക്കാണ് 2000 കലോറി ഭക്ഷണം. അത് വെറുതെ വേസ്റ്റ് ആക്കി കിടന്നുറങ്ങി കളയാതെ അധ്വാനിച്ച് വേർത്ത് ബേൺ ചെയ്ത് കളയണ്ടേ? അപ്പൊ എന്തെങ്കിലും വർക്ക് നമ്മൾ ചെയ്യണ്ടേ? അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും നമ്മൾ കഷ്ടപ്പെടാൻ, നമ്മൾ എല്ലാവരും ഐക്യത്തോടെ കൂട്ടായ്മയോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഒരു മാതൃകയായിക്കൊണ്ട് 1ാമത്തെ മാരത്തോണായി ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ നീട്ടുന്നില്ല. വൈകിയ വേളയിൽ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഇവിടെ വന്ന് സംസാരിച്ചു പോയ നമ്മുടെ ബഹുമാനപ്പെട്ട MLA സണ്ണി ജോസഫ് അവർക്ക് ഞാൻ സ്വാഗതം പറയാണ്. നേരത്തെ പറഞ്ഞതാണ്. രണ്ടാമതായി നമ്മുടെ ആരാധ്യനായ ഷാജി അച്ഛൻ വന്നതോടുകൂടി ഞാൻ പൊക്കി പറയുന്നത്, ഷാജി അച്ഛൻ വന്നതോട് തൊണ്ടിക്കൊക്കെ ഒരു ഉണർവ് വന്നു. കരുത്തനായ ഒരു സാധനത്തിന് മുമ്പിൽ നിൽക്കാൻ ആളുണ്ടെങ്കിൽ, എപ്പോഴും ലീഡർഷിപ്പിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ആളുണ്ടെങ്കിൽ മാത്രമേ അത് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. പണ്ട് നെപ്പോളിയൻ പറഞ്ഞ പോലെ നമുക്കിതൊന്നും നോക്കാനില്ല, നമുക്ക് 2 ചിന്തിച്ച് മുമ്പോട്ട് പോകണം എന്ന് സാധാരണ ഒരു പിന്നെ നെപ്പോളിയൻ പറഞ്ഞു. അവരുണർന്നു, അവർ വിജയിച്ചു. തുടർന്ന് നെപ്പോളിയൻ ആ രാജ്യത്തിന്റെ ഏറ്റവും തലവനായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞ പോലെ ഷാജിയാച്ച മുമ്പിൽ നിൽക്കുമ്പോൾ തൊണ്ടിക്കൊരു ഉണർവ് എന്തായാലും ഉണ്ടാവും. തൊണ്ടിക്ക് മാത്രമല്ല പേരാവൂരുണ്ടാവും. അപ്പൊ പേരാവൂരുകാർക്ക് ഇപ്പോൾ സംശയം ഉണ്ടാവും, പേരാവൂർ എങ്ങനെ ഉണരാന്ന്. തൊണ്ടിയിൽ പരിപാടികൾ നടക്കുമ്പോൾ ലോഡ്ജ്, കച്ചവടം, ഹോട്ടൽ എല്ലാം പേരാവൂരേക്ക് വരണ്ടേ? അല്ലെങ്കിൽ തൊണ്ടിയിൽ മാത്രം ഒതുങ്ങി തീരുമായത്? നാട്ടിൽ ആളിറങ്ങിയാലേ നാട്ടിൽ വികസനം ഉണ്ടാവുള്ളൂ. ഒരു 10000 ആൾ ഓടാൻ വന്നു കഴിഞ്ഞാൽ അവർ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കും? അവർ മൊബൈൽ ഫോൺ ചിലപ്പോൾ ഒന്ന് ചാർജ് ചെയ്യും, അല്ല ഓട്ടോറിക്ഷ പിടിക്കും, അല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും. അപ്പൊ കച്ചവടക്കാർക്ക് പൈസ. ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഹോട്ടലുകാർക്ക് മാത്രമാണ് അതിന്റെ ബെനിഫിറ്റ്. അവിടെ പാല് കൊടുക്കുന്നവനും അവിടെ ഇറച്ചി കൊടുക്കുന്നവനും പച്ചക്കറി കൊടുക്കുന്നവനും എല്ലാം ബെനിഫിറ്റ് അല്ലേ? അതല്ലേ നാടിന്റെ മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇത് വിജയിക്കും. അതിന് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന തൊണ്ടി പള്ളിയിലെ നമ്മുടെ ബഹുമാനപ്പെട്ട ആരാധ്യനായ ബഹുമാനപ്പെട്ട ഷാജി അച്ഛനെ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. രണ്ടാമത് നമ്മുടെ കരുത്തനായ നമ്മുടെ പ്രസിഡന്റാണ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സ്റ്റാൻലി ജോർജ് അവർക്കും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഇത് നമ്മുടെ വാർഡ് മെമ്പറായ ബാബു, തൊണ്ടിയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ ആയാലും എന്ത് പരിപാടിയാലും വിളിച്ചാൽ ഓടിയെത്തുന്ന ബാബുവിന് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ശൈലജ ടീച്ചർ ഈ ടൗൺ വാർഡിന്റെ മെമ്പറാണ്. ടീച്ചറെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ആദ്യം പറയേണ്ടതായിരുന്നു, കുറച്ച് മുമ്പേ പറയേണ്ടതായിരുന്നു, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ടൈറ്റിൽ സ്പോൺസർ കാനറ ബാങ്കാണ്. കാനറ ബാങ്കിന്റെ ആ കാരുണ്യം കൊണ്ടാണ് നമ്മുടെ മാരത്തോൺ ഇത്രയധികം ഏതാണ്ട് 42 ലക്ഷത്തോളം പണം ഞങ്ങൾക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞു. അതിൽ 10-29 ലക്ഷം രൂപ ചെലവായി. അതിന്റെ ടൈറ്റിൽ സ്പോൺസറായി പ്രവർത്തിച്ചത് കാനറ ബാങ്കാണ്. ഇന്നത്തെ കാനറ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജറായ ടെസ്റ്റിൻ ജോസിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ശശിമാഷെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. ഈ നാടിന്റെ പേരാവൂരിന്റെ വികസനത്തെ എന്ന് ഓടി പ്രായം നോക്കാതെ തളരാതെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ശശിമാഷയും ഈ മീറ്റിംഗിലേക്ക്, ഈ യോഗത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. പിന്നെ നമ്മുടെ പ്രദീപൻ സാറ് നമ്മുടെ ഏതൊരു പ്രസ്ഥാനത്തിന്റെ ട്രഷറർ, പ്രത്യേകിച്ച് PST എന്ന് പറയും, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഇവരാണ് ആ ഒരു പ്രസ്ഥാനത്തിന് ജീവൻ. ഞങ്ങളുടെ കരുത്തനായ ട്രഷററാണ് പ്രദീപൻ സാറ്. ഒരു മരത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് നിറഞ്ഞു നിൽക്കുന്ന പൂക്കളല്ല, മണ്ണിന്റെ അടിയിലും ചെടിയിലും പൂണ്ട് കിടക്കുന്ന വേരുകളാണ്. അതാണ് ഒരു പ്രസ്ഥാനത്തിന്റെ PST എന്ന് പറയുന്നത്. ആ PST കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ആ പ്രസ്ഥാനം മുമ്പോട്ട് നീങ്ങുകയുള്ളൂ. ആ PSTക്ക് അതിൽ ഏറ്റവും കൂടുതൽ ട്രഷറർക്കാണ്. സാമ്പത്തിക അഴിമതി വന്നു കഴിഞ്ഞാൽ, സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ, കണക്കൊന്നും കൃത്യമായിട്ട് പോയില്ലെങ്കിൽ ആ പ്രസ്ഥാനം പൊളിഞ്ഞു പോകും. ഏതായാലും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇതുവരെയുള്ള ഈ 3ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ 2022 സെപ്റ്റംബർ മാസത്തിലാണ് നിലവിൽ വന്ന് അന്ന് മുതലുള്ള കാര്യമായ പ്രവർത്തനം നടത്തി വരുന്ന ഞങ്ങളുടെ പ്രദീപ് സാറിനെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം പറഞ്ഞുള്ളൂ. അവസാനമായി ഇവിടെ എത്തിച്ചേർന്ന ഒരുപാട് ക്ലബ്ബുകളുണ്ട്. ഞാൻ നേരത്തെ കുറെ പേരുകളൊക്കെ പറഞ്ഞു. അതായത് വ്യാപാരി സുഹൃത്തുക്കള്, ചേംബറിന്റെ ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരാണ് ഈ മാരത്തോൺ തുടങ്ങി വെച്ചത്. ഏതോ ബുദ്ധിയിൽ ഉദിച്ചതാണ് അവർക്ക്. പിന്നെ അവർ 3ാം വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് സമയക്കുറവുണ്ടോ
അതുപോലെ തിരക്കുകൊണ്ടോ കച്ചവടക്കാർക്ക് ഇത് പറ്റിയ പണിയല്ലെന്ന് മനസ്സിലാക്കിയോണ്ട് എന്താണെന്ന് അറിയില്ല, അവര് വിട്ടൊഴിഞ്ഞു. ഞങ്ങൾ അത് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ അത് ഏറ്റെടുത്തു. അവർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും എല്ലാ ക്ലബ്ബുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട സ്റ്റാൻലി ജോർജിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഷാജി അച്ഛൻ, ബഹുമാനപ്പെട്ട മെമ്പർമാരായ ശ്രീ കെ വി ബാബു, ശൈല ടീച്ചർ, ശശി മാസ്റ്റർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു വിശിഷ്ട വ്യക്തികൾ, സാഗർ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ വർഷം 2025 മാരത്തോൺ നമ്മൾ 7500 10,000-ലേക്കാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പേരാവൂർ ചേംബറാണ് ഇത് തുടങ്ങി വെച്ചത് മാരത്തോൺ. പിന്നീട് ഞങ്ങളത് ഏറ്റെടുക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഒരു പ്രവർത്തന ലാഭം നമ്മുടെ ഒരു നാട്ടിലെ എല്ലാവരും വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്നതാണ് ജിമ്മി ജോർജ് സ്റ്റേഡിയം. മിക്കവാറും ഒരു 500-600 ആളുകൾ അവിടെ ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ടെന്നൊരു ഏകദേശം കണക്ക്. അതിൻ്റെ ഒരു റെനോവേഷൻ പുനരുജ്ജീവനമാണ് നമ്മൾ ഈ PSF-നൊക്കെ ഒരു കോഴ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട MLA കേരള സർക്കാരും സ്റ്റേഡിയത്തിൻ്റെ പുനരുദ്ധാരണത്തിന് മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഒരു സിന്തറ്റിക് ട്രാക്ക് തന്നെയാണ്. അപ്പോൾ അത് മലയോരത്തെ ആദ്യത്തെ സിന്തറ്റിക് ട്രാക്ക് ആയിരിക്കും. ഇത്തരമൊരു ഇത് ഭാരിച്ച ഒരു ചിലവുള്ള കാര്യമാണ്. ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അത് എന്തെങ്കിലും ഒരു താമസം വന്നാൽ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾ എത്തിച്ചേർക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ PSF ഏറ്റെടുക്കുമ്പോൾ ഈ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ട്. അതിന് പുറമെ പേരാവൂരിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു സ്പോർട്സ് വില്ലേജായി നമ്മൾ വളർത്തിയെടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മൾ അതാണ്. ഈ ഗ്രാമീണ മേഖലയിൽ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു മാരത്തോൺ ഇന്ത്യയിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ഈ ഒരു നാടിൻ്റെ ഒരു കൂട്ടായ്മ, കൂടിയ പരിശ്രമം, ഇതെല്ലാം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനൊരു കേരളത്തിന് പുറത്താണ് കൂടുതലും ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മാരത്തോണിൻ്റെ ഒരു പ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്ത ആളുകളായിട്ടൊക്കെ ഇടപെടുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു അനുഭവം, ഈ നാട്ടിൽ നിന്ന് പോയ ആളുകൾക്ക് ഒരുപാട് പേർക്ക് ഇതിനോടൊരു വൈകാരികമായ ബന്ധമുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് റീൻഫോഴ്സ് ചെയ്യാണ് ഇത്തരം ഒരു ഇവന്റ് സംഘടിപ്പിക്കുന്ന വഴി ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ ഇങ്ങനെ ഈ നാട്ടിലൊരു വലിയൊരു സിന്തറ്റിക് ട്രാക്കോ സ്റ്റേഡിയമൊക്കെ വരുമ്പോൾ ഇവിടുന്ന് പോയ ചെറുപ്പക്കാർക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാനൊരു മോട്ടിവേഷൻ ഉണ്ടാകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം വികസനം നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളം ലക്ഷ്യം വെക്കേണ്ടത് നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ചെറുപ്പക്കാരെ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇല്ലെങ്കിൽ 10-15 വർഷം കഴിയുമ്പോൾ ഒരു അതിഭീകരമായ ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് ഈ വളർന്നു വരുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തോടെ കാണണം. ഡ്രഗ്സിനെക്കാട്ടി അപകടം പിടിച്ചൊരു സാധനം തന്നെയാണത്. അപ്പോൾ ഈ ഒരു മാരത്തോൺ നമുക്ക് കൂട്ടായിട്ട് ശ്രമിക്കാം. ഇതിന് പ്രോത്സാഹനമായിട്ട് വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി. 2025 മാരത്തോൺ നമുക്ക് ഹിസ്റ്റോറിക് ആക്കണം. നന്ദി. നമ്മുടെ ഷാജി അച്ഛനെ ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ വിളിക്കുന്നതിന് മുമ്പായിട്ട് ഈ പേരാവൂരിലെ ഈ മാരത്തോൺ കൊണ്ടുവന്ന പേരാവൂരിന്റെ മാരത്തോണിന്റെ ഉപജ്ഞാതാക്കം വേണമെങ്കിൽ പറയാം. നമുക്ക് നമ്മുടെ ബഷീർക്ക യുണൈറ്റഡ് മർച്ചന്റ് ചെയർമാൻ ലീഡർ ഇരിക്കൊണ്ട് അദ്ദേഹത്തിന്റെ രീതിയിലേക്ക് ഭാഗമായി ക്ഷണിക്കുകയാണ്. നേരത്തെ അറിയിച്ചിരുന്നു, നോമ്പ് തുറക്കൊണ്ടാണ് എനിക്ക് ക്ഷണിക്കുക. നമ്മുടെ ആരാധനായ ഷാജി അച്ഛനെ ക്ഷണിച്ചോളൂ. 25 പേരാവൂർ മാരത്തോൺ ഡിസംബർ 27-ാം തീയതി സംഭവിക്കാൻ പോവുകയാണെങ്കിൽ ആ വലിയ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അത് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ചുകൂടിയിരിക്കുന്നത്. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തായിരിക്കുന്ന ബഹുമാനായ സ്റ്റാൻലി ജോർജ് അവരുടെ MLA സാറ് വന്നിട്ട് പോയി. സാറ് തിരക്കുണ്ടാവും നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ വേദിയിലായിരിക്കുന്ന ഈ പേരാവൂർ മാരത്തോണുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ജീവശാസ്ത്രങ്ങളായിട്ടുള്ളവരാണ് നമ്മുടെ MC കുട്ടച്ചൻ സാറ് നിർവഹിക്കുന്നതായിട്ടുള്ളത്. അതുപോലെ താഴെ ഇരിക്കുന്ന സെബാസ്റ്റ്യൻ ജോർജ് സാറ്, മറ്റു വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ടീച്ചറും മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, ഇപ്പോൾ ബഷീറിനവിടെ കയറി വന്നിട്ട് സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ തുടങ്ങി വെച്ച കാര്യം ജനം ഏറ്റെടുത്തല്ലോ. അതുപോലെ നമ്മുടെ പ്രദീപ സാറ് അടുത്ത വർഷത്തെ കണക്കെഴുതാൻ റെഡിയായിട്ട് തന്നെ ഉണ്ട്.
അതുപോലെ അടുത്ത വർഷം കുറച്ചും കൂടി കൂടുതൽ തുക തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ട്രസ്റ്റിൻ്റെ മാനേജർ വേണ്ട റെക്കമെൻഡേഷനൊക്കെ നടത്തണമെന്ന് കൂടി സ്നേഹപൂർവ്വം ഉറപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സ്പോർട്സ് പ്രേമികളെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ മാരത്തോൺ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഇങ്ങനെ സംസാരിക്കുന്ന കൂടുതൽ പറഞ്ഞു നമുക്ക് 7500 എത്തിക്കണം എന്നൊരു വാക്കിന് പറഞ്ഞു. അത് കുറഞ്ഞു പോയെന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം നമ്മൾ ഇപ്പോൾ തന്നെ ഇവിടെ ഒരു 140-150 ആളുകൾ മിച്ചവിടിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും പേര് വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഇത് 10,000 കടന്നു പോകാൻ യാതൊരു പ്രയാസവും ഉണ്ടാവത്തില്ല. സംശയം കൂടാതെ നമുക്ക് എല്ലാവർക്കും ഒറ്റപ്പെട്ടിട്ട് 10,000 എന്നുള്ള നമ്പറിന് അപ്പുറത്തേക്ക് നമുക്ക് കടന്നു 10,000 കിട്ടിയാലും മതി. അപ്പുറത്തേക്ക് നമ്മൾക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ 3-4 കാര്യങ്ങൾ. ഒന്ന്, ഡ്രഗ്സിനോടുള്ളത്, അത് ഇപ്പം ഗവൺമെൻറ് എല്ലാ ഏജൻസികളും ഏറ്റെടുത്ത ഒരു കാര്യമാണ്. നമുക്ക് കൈ കിട്ടി നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ അപകടത്തിലാണ്. നമ്മുടെയൊക്കെ വീടിൻ്റെ പടിവാതിൽക്കൽ ഇപ്പോൾ ഒളിഞ്ഞും അതിനേക്കാൾ ഒരു തെളിഞ്ഞുമൊക്കെ ഈ മാരകമായ ലഹരിയുടെ കരങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. എൻ്റെ മകൻ ഒരു കുഴപ്പമില്ല, എൻ്റെ സ്കൂളിലെ പിള്ളേർക്ക് യാതൊരു കുഴപ്പമില്ല, പേരാവൂരിലെ മക്കൾക്ക്, തൊടിയിലെ മക്കൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ നമുക്ക് പറഞ്ഞ് ഇരുട്ടാക്കാവുന്നേ ഉള്ളൂ. ഇത് ഈ മാരകമായ വിപത്ത് നമ്മുടെ വീടിൻ്റെ പടിവാതിലുണ്ട് എന്ന് തിരിച്ചറിയാം. അപ്പോൾ അതുതന്നെ നമുക്കൊരു ആവേശം നൽകുന്ന കാര്യമാണ് ഈ മാരത്തോൺ. ഇതിൻ്റെ മാരത്തോണും ലഹരിയും തമ്മിൽ എന്താ ബന്ധം ചോദിച്ചാൽ അതിനെപ്പറ്റി കുട്ടിച്ചന്മാർ എപ്പോൾ ആവളിച്ചാൽ അത് പറയാറുണ്ട്. എനർജിയുള്ള, ഡിസിപ്ലിനുള്ള, അഭിമാനബോധമുള്ള, തോൽക്കാൻ പഠിക്കുന്ന, പലപ്പോഴും ലഹരിയുടെ പുറകെ പോകുന്നത് തോൽക്കാൻ മനസ്സില്ലാത്തവന്റെ ഒരു സങ്കേതമല്ല ലഹരി എന്ന് പറയുന്നത്. സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി തോൽക്കുവാൻ പഠിക്കാൻ, ഇനി ഞാൻ തോറ്റത് കൊണ്ട് ജയിച്ചവനെ ഒന്ന് അഭിനന്ദിക്കാൻ, അത് കൈകൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. അത് എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്റ്റാൻലി സാർ പറഞ്ഞൊരു കാര്യം കൂടി അതിഗൗരവമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാരെല്ലാം പോയിക്കൊണ്ടിരിക്കുക. ലഹരിയേക്കാൾ വലിയ വിപത്തായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത് രണ്ടും ഒരേപോലെ ഇരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നമ്മുടെ കുടുംബങ്ങൾ ഈ നമ്മൾ ശരിക്കൊന്നും ഉത്സാഹിച്ചില്ല എങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയട്ടെ, ഒരു 15 വർഷങ്ങൾക്ക് ശേഷം ഈ മാരത്തോൺ ഓടാൻ വേണ്ടിയിട്ട് കൂടുതൽ പുറകിൽ ആംബുലൻസ് വേണ്ടി വരും. കാരണം ഒരു 60 വയസ്സിന് മുകളിലൂടെ ഉണ്ടാവുള്ളൂ ഓടാനായിട്ട് ഈ പോക്ക് പോയാൽ. അതുകൊണ്ട് നമ്മൾ ഇത് വളരെ ഗൗരവമായിട്ട് ഏറ്റെടുത്ത് ഈ നാടിൻ്റെ ഒരു സ്റ്റേജ് ഇഷ്യൂ ആയിട്ടും അതിനേക്കാൾ ഉപരി ആവശ്യകതയായിട്ടും കണക്കാക്കിക്കൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കാനും സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കുട്ടി സാർ പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ ഈ പേരാവൂരിലൂടെ വന്നു പോകണം. അത് മതപരമായ ചടങ്ങുകൾക്കായിരിക്കട്ടെ, അതേത് മതത്തിൻ്റെ ആയാലും, സ്പോർട്സിൻ്റെതായിരിക്കട്ടെ, നാട്ടിലേത് ഉത്സവത്തിൻ്റെതായിരിക്കട്ടെ, ഏതൊരു സാംസ്കാരികമായ കാര്യത്തിലായിരിക്കട്ടെ, മറ്റ് സ്കൂളുകളുടെയോ കോളേജുകളുടെയോ ക്ലബ്ബുകളുടെയോ ഒക്കെ സ്പോർട്സിന്റെ പേരിലായിരിക്കട്ടെ, ഇവിടെ ജനം ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. അതിനകത്ത് ഒത്തിരിയേറെ ജനങ്ങൾ വന്നു പോകുന്നതിനകത്ത് ഒരു ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മളൊക്കെ കുറെ കൂടി വലിയ മനുഷ്യരായി തീരും. പലപ്പോഴും നമ്മുടെ ഹൃദയം ഇങ്ങനെ ചുരുങ്ങി ഞാനും എൻ്റെ ലോകവും എൻ്റെ കുടുംബവും എൻ്റേതും മാത്രം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് അപകടങ്ങൾ എപ്പോഴും നമ്മൾ സ്വാർത്ഥരായി തീർന്നു പോവുക. ഒറ്റമരത്തിൽ കുരങ്ങെന്ന് പറയുന്ന ഒരു ശൈലി കണ്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയിത്തീർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള്. ഈ ഒറ്റമരത്തിൽ കുരങ്ങെന്ന് പറയുന്നത് വിശദീകരിച്ച് കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. എന്താന്ന് ചോദിച്ചാല് ഈ ഒറ്റമരത്തിൽ ഇരിക്കുന്നത് തന്നെ പെശകാണ്, പിന്നെ കുരങ്ങെന്ന് പറഞ്ഞ ജീവിക്ക് ഒരു ഡിസിപ്ലിൻ ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയാം. അതിങ്ങനെ ആകപ്പാട് അസ്വസ്ഥമായി. ഇനി ഒറ്റമരത്തിൽ ഇരിക്കുന്ന കുരങ്ങിന് ഭ്രാന്ത് പിടിച്ചാലോ പിന്നെ പറയേണ്ട കാര്യമില്ല. ഇനി അത് കണ്ടുപിടിച്ചാലോ അതിനേക്കാളും ഭീകരമായി. ഇനി അതിന്റെ വാലെ തേള് കുത്തിയാലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കാലഘട്ടത്തിലെ തലമുറ ഇങ്ങനെ ഒറ്റപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മളുടെ ഈ കൂട്ടായ്മയുടെ ശക്തിയും നന്മയും എന്ന് നാം തിരിച്ചറിയുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ മാരത്തോണിന്റെ ദിവസങ്ങൾ എത്ര സുന്ദരമായിരുന്നു, എത്ര ശാന്തമായിട്ട് ആയിരക്കണക്കിന് ആളുകളെ ഈ തൊണ്ടിയിലൂടെ ഇങ്ങനെ ഒഴുകിയത്. ഈ പേരാവൂര തൊണ്ടി പ്രദേശത്തൂടെ എത്രയേറെ വാഹനങ്ങൾ വന്നു, എത്രയേറെ ആളുകൾ വന്നുപോയി, എത്രയേറെ ആളുകൾ ഓട്ടത്തിൽ പങ്കെടുത്തു. കുറെ പേര് കാണാനായിട്ട്. ഞാൻ ഓർക്കുന്നു, ഉത്സവമൊക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ട് എൻ്റെ ഒരു പരിചയക്കാരൻ അവന്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. എന്തിനാന്ന് ചോദിച്ചാൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നെ കുറച്ച് ഓടി ഫിനിഷ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്.
എന്തൊരു ആത്മാഭിമാനത്തോടെ അപ്പനും മോനും വന്ന് ഞാൻ ഓർക്കുന്നു. അവരെ ശാന്തീകരിക്കാനാണ്. നിർമ്മലഗിരി കോളേജിൽ ജോലി ചെയ്യുന്ന തോമസ് എന്ന് പറയുന്നവന്റെ മകനാണ്. ആ കൊച്ചിനെ എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്, കുഞ്ഞായിരിക്കും മുതൽ. അപ്പോൾ ഓരോരുത്തരും വന്നു പോയുള്ള അഭിമാനബോധത്തോടു കൂടിയാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അങ്ങനെ ഈ നാടിനും നമ്മുടെ നാട്ടിലേക്ക് വന്നു കയറുന്ന മുഴുവൻ ആളുകൾക്കും അഭിമാനബോധത്തോടെ തിരിച്ചു പോകാൻ പറ്റിയ ഒരു ദിവസമായിരിക്കണം 2025 ഡിസംബർ 27 എന്നുള്ളത്. അത് സാധ്യമാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. MLA സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മള് നല്ല തുടക്കം പകുതി വിജയിച്ചു എന്നുള്ളതാണല്ലോ. ഇംഗ്ലീഷിൽ ചൊല്ലുന്നത് നമുക്കറിയാവുന്നതാണ്, എയർലി ബേർഡ്സ് ആർ കാച്ചിങ് ദി ബേർഡ്സ്. നേരത്തെ ഉണരുന്ന പക്ഷി പുറകാല പക്ഷി ഇര നേരത്തെ പിടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾ സ്വപ്നം കണ്ടു. ഇനി 10,000 എന്നുള്ളത് മാറ്റി ഒരു 15,000 സ്വപ്നം കണ്ടാലും നമുക്ക് വിജയിക്കാനുള്ള സമയം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ നേരത്തെ ഉണർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇരപിടിക്കാനായിട്ട് വയറ് നിറയെ ഇരപിടിക്കുന്ന നേരത്തെ ഉണരുന്ന പക്ഷിയെ പോലെ നമ്മളൊരു കൂട്ടായ്മയിൽ ഉണർന്നിരിക്കുകയാണ്. വളരെ ശക്തിയോടെ, വളരെ കൂട്ടായ്മയോടെ, ആത്മാർത്ഥതയോടെ. ഞാൻ ഒരു മതപുരോഹിതനാണല്ലോ. അപ്പോൾ നിങ്ങളുടെയും എൻ്റെയും ചിന്താഗതിയിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അത് ജീവിതശൈലിയുടെയും ഞാൻ തിരഞ്ഞെടുത്ത ജീവിതശൈലിയുടെയും പ്രവർത്തന ശൈലിയുടെ വ്യത്യാസം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ സമൂഹത്തെ കാണുന്നത് ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് എനിക്കുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പുരോഹിതനായിരിക്കുന്നത്. എനിക്ക് അഭിമാനത്തോടെ പറയുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ മാരത്തോണിന്റെ നാളുകളിൽ അതിന്റെ സംഘാടക സമിതിപ്പെട്ട ഒത്തിരിയേറെ ആളുകളായിട്ടും ഒത്തിരിയേറെ വ്യക്തികളായിട്ടും ഒത്തിരിയേറെ മീറ്റിങ്ങിലൊക്കെ എനിക്കും ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ തൊണ്ടി അല്ലെങ്കിൽ പേരാവൂർ പ്രദേശം മറ്റേതൊരു സമയത്തേക്കാൾ അധികമായിട്ട് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി അത് ഭരണ അധികാരികള്, പഞ്ചായത്ത് മെമ്പേഴ്സ് മുതൽ മുകളിലേക്കുള്ള പല ആളുകളും, രാഷ്ട്രീയ നേതാക്കന്മാര്, അതിന് മത നേതാക്കന്മാർ, ഇതിനൊക്കെ അതീതമായിട്ട് ഒത്തൊരുമയോടെ ഈ നാട്ടിൽ പ്രവർത്തിക്കുക. അത് തന്നെ ഈ നാടിന്റെ ശക്തി എന്ന് പറയുന്നത്. വരും തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാനുള്ള ചൈതന്യം എന്ന് പറയുന്നതും അത് തന്നെയാണ്. നമുക്കെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ആശയങ്ങളും ഒക്കെയുണ്ട്. നമുക്ക് ആശയപരമായ സംഘർഷങ്ങൾ നമുക്ക് ഉണ്ടാക്കാം, കുഴപ്പമില്ല. പക്ഷെ വ്യക്തിപരമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, അതാണ് സ്പോർട്സിന്റെ നന്മ എന്ന് പറയുന്നത്. അതാണ് കഴിഞ്ഞ മാരത്തോൺ നമ്മൾ കണ്ടുമുട്ടിയത്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം അടുത്ത സ്പോർട്സിന് വേണ്ടി അല്ലെങ്കിൽ അടുത്ത മാരത്തോടെ നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ഒരു ചിന്തയായിട്ട് മനസ്സിലുണ്ടായിരിക്കേണ്ടത്, കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി, മത സാംസ്കാരിക ചിന്തകൾക്ക് അതീതമായിട്ട്, ആശയപരമായ സംഘർഷങ്ങൾക്ക് അതീതമായിട്ട് വ്യക്തിബന്ധങ്ങളിൽ കുറേയും കൂടി പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ ഒത്തൊരുമയ്ക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി, ഈ നാടിനോട് ഒറ്റക്കെട്ടായിട്ട് നാടിനു വേണ്ടി കൈകോർക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അനുഗ്രഹ ആശംസകൾ. ഒപ്പം എല്ലാവിധ വിജയങ്ങളും നേരുന്നു. അപ്പോൾ ഒരു വാക്കും കൂടി നന്ദി പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ മാരത്തോൺ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടിയ ലാഭത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേജർ പോർഷൻ 10 ലക്ഷം രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. സാധിക്കുമെങ്കിൽ നമ്മൾക്ക് ഈ ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയിൽ അതിന്റെ നമ്മുടെ സ്റ്റേഡിയത്തിന്റെ ആളുകൾക്ക് ഇരിക്കാനുള്ള ഗാലറിയുടെ പണി തുടങ്ങാമെന്നാണ് കരുതുന്നത്. എഞ്ചിനീയേഴ്സ് അതിനു വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക. പല രീതിയിലുള്ള അതിന്റെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റിന്റെ ഫണ്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന് സമയമെടുക്കും, സാങ്കേതികത്വം ഒത്തിരിയുണ്ട്. ഒരു ഗവൺമെന്റിന്റെ ഫണ്ട് പാസ്സായി വരണമെങ്കിൽ അത് ആ വഴിക്ക് വരട്ടെ. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കാതെ തന്നെ നമ്മൾക്ക് കയ്യിലൊന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പണി അങ്ങ് പൂർത്തീകരിച്ച് ഇത് കുറച്ച് വൃത്തിയായി മെനയായി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ആളുകൾ മുഴുവന് നമ്മളെ സഹായിക്കും. നമ്മൾക്ക് വൻ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാൻലി സാർ പറഞ്ഞതുപോലെ തന്നെ മലയോര മേഖലയുടെ ആദ്യത്തെ ഒരു സിന്തറ്റിക് ട്രാക്ക് ഇവിടെ വരാനും അത് പൊതുജനത്തിന് ഉപയോഗിക്കാനും ഒത്തിരിയേറെ കായിക പ്രതികൾ ഇനിയും സമ്മാനിക്കാനും ഒക്കെ ആയിട്ട് സാധിക്കട്ടെ. ഞാനിത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു മീറ്റിംഗിൽ നമ്മുടെ ഈ നാടിന്റെ ധീരപുത്രനായ ജിമ്മി ജോർജിനെ കുറിച്ച് പേര് ഞാൻ ഓർത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു അപരാധം തന്നെയാണ്. നമ്മൾ എല്ലാവിധ ആദരവോടും ബഹുമാനത്തോടും കൂടി ജിമ്മി ജോർജ് എന്ന് പറയുന്ന ഇതിഹാസത്തെ ഓർക്കുകയും അദ്ദേഹത്തിന്റെ ആ ഒരു ഉണർവും ഉന്മേഷവും സ്പോർട്സ് സ്പിരിറ്റും ഒക്കെയാണ് പിന്നീടുള്ള സ്പോർട്സിന്റെ ഒരു ചരിത്രം നമ്മൾ എഴുതി തുടങ്ങിയത്. നമുക്കറിയാം ഇതൊരു സ്പോർട്സ് ക്ലബായി മാറിക്കൊണ്ടിരിക്കുക എന്നല്ല, മാറി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനെ കൂടുതൽ ആളെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രായോഗികമായി ഒന്ന് രണ്ട് കൊച്ചു നിർദ്ദേശങ്ങൾ. ഒന്ന്, നമ്മളെല്ലാവരും ആളെ ഇതിനകത്ത് പങ്കെടുപ്പിക്കാനായിട്ട് അതിന്റെ അംബാസിഡേഴ്സ് ആയി മാറണം. ഞാനും ഉണ്ടാവും കൂടെ, തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. ഒന്നാമത്തെ കാര്യം, കൈ അടിക്കുകയാണെന്ന് നന്നായിട്ട് അടിക്കുക, ബാക്കിയത്
അപ്പോൾ കൈയടിച്ചവരെല്ലാവരും നാളെ സംഘടിപ്പിക്കണം തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരേ ലക്ഷ്യം. 7,500, 7,000, 10,000 എങ്കിൽ 10,000, 5,000 കൂടുതലായ അങ്ങനെ പറയാം. 10,000 എന്നുള്ള മാജിക് നമ്പർ നമുക്ക് ക്ലോസ് ചെയ്തേ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് അധ്വാനിക്കുക. വീണ്ടും ഒരു കാര്യം കൂടി, നമ്മൾക്ക് പരമാവധി ആളെ ഇതിനകത്ത് പങ്കെടുപ്പിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് പരിധിയുണ്ട്. പരമാവധി എന്താ വലിയ ആൾക്കാരെന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ഭാരം കൊണ്ടല്ല, ഉന്നതമായ പൊസിഷൻ ഇരിക്കുന്നവർ. ഇപ്പം IAS ഉദ്യോഗസ്ഥന്റെ കാര്യം സണ്ണി സാർ പറയുകയുണ്ടായി. അങ്ങനെ ഒരു IAS ഉദ്യോഗസ്ഥൻ ഇവിടെ വന്ന് ഓടാൻ കൂടിയാൽ അതിന് ഭയങ്കര റേഞ്ചാണ്. അത് അധികാരികളുടെ ഇടയ്ക്ക് പത്രമാധ്യമങ്ങളും കൂടുതൽ അതിനകത്ത് വാർത്താ പ്രാധാന്യം ഉണ്ടാവും. അതുപോലെ നമ്മളുടെ സ്വാധീനം, നമുക്ക് എല്ലാവർക്കും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും വ്യത്യസ്തരായ സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിലുള്ള വ്യത്യസ്തരായ ആളുകളെ പങ്കെടുപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും അങ്ങനെ രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും അങ്ങനെ എന്താ പട്ടാളക്കാരോ പോലീസുകാരോ അവർക്ക് പങ്കെടുക്കാൻ പറ്റും നിയമവശം എനിക്ക് അറിയത്തില്ല. അങ്ങനെ ടീച്ചറെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും കക്ഷിരാഷ്ട്രീയം ടീച്ചർ അടക്കം ഓടണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സിസ്റ്റേഴ്സിനോട് നിർബന്ധ ബുദ്ധിയാ പറഞ്ഞപ്പോൾ എന്നോട് പ്രോത്സാഹിപ്പിച്ചു. വേണം അച്ഛൻ ചോദിച്ചു, നമുക്ക് വേണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. അതിന് വന്നു. അവർക്കൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ സമൂഹത്തിന് വ്യത്യസ്ത തുറകളിലൂടെ പങ്കെടുപ്പിക്കാനായിട്ട് നമുക്ക് അടുത്ത വർഷം എനിക്ക് തോന്നുന്നു സാധിക്കുമായിരിക്കും. സ്കൂളുകളിൽ കുറേയും കൂടി നമുക്ക് സ്വാധീനം ചെലുത്താനായിട്ട്. അത് എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് ഓടി യൂണിഫോം ഒക്കെ ഇട്ട് പോകാനായിട്ട് സാധിച്ചാൽ ഇതിന് പുറത്തെഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൂടി അടുത്ത പ്രാവശ്യം എനിക്ക് തോന്നുന്നു നമുക്ക് ഈ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള ഒരു പ്രതിജ്ഞയൊക്കെ ചൊല്ലാനായിട്ട് സാധിച്ചു. അതിന് വലിയൊരു കാര്യമല്ല ഇത്രയും ജനങ്ങൾ വരുന്നത്. ഈ രീതിയിൽ ഓരോ പ്രാവശ്യം ഇവിടെ വന്നു പോകുമ്പോൾ കൂടുതൽ എനർജിയോടുകൂടി ആളുകൾക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ നന്നായിട്ട് സ്വപ്നം കാണാം. എങ്ങനെ ഈ 2025 ഡിസംബർ 27 ചരിത്രത്തില് അവിസ്മരണീയമായ ഒരു ദിനമാക്കി മാറ്റാമെന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാം. അതിനുള്ള എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും നേരത്തെ നിർത്തുന്നു. താങ്ക് യു. സംസാരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട 12ാം വാർഡ് മെമ്പർ ശൈലജ ടീച്ചറാണ്. ടീച്ചറെ ക്ഷണിച്ചു. ആദരണീയനായ നമ്മുടെ ഇന്നത്തെ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ പരിപാടിയുടെ അധ്യക്ഷൻ സ്റ്റാൻലി ജോർജ് ഓർവൽ, അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച സണ്ണി ജോസഫ് MLA ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, വളരെ സരസമായി നമ്മുടെ ഈ മാരത്തോണിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ചിരിക്കാനും ചിന്തിപ്പിക്കാനുള്ള രീതിയിലാണ് ഷാജി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പറയുന്നതിന് അധികപ്പറ്റായിരിക്കും. എന്തായാലും നമ്മുടെ ഇതിൻ്റെ ലോഞ്ചിങ്ങിന് മുമ്പായി തന്നെ ഇതിന് കൃത്യമായ സന്ദേശം സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മുടെ യുവതലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മുടെ സിന്തറ്റിക് ഡ്രഗിൽ നിന്നും സിന്തറ്റിക് ട്രാക്കിലേക്ക്, നമ്മുടെ കായിക ലഹരിയിലേക്ക് എല്ലാവരും മാറാൻ വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അത് നിങ്ങളോടൊപ്പം കണ്ണിനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ ഞാനും എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ വിജയ ആശംസകളും. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ബാബു KV, പഞ്ചായത്ത് മെമ്പർ. ഈ പരിപാടിയുടെ അധ്യക്ഷൻ സാർ, അതുപോലെ ഈ പരിപാടികൾ സംസാരിച്ചു പോയ നമ്മുടെ പേരാവൂർ MLA ശ്രീ ജോസ് സാർ, നമ്മുടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഷാജി അച്ഛൻ, അതുപോലെ സ്വാഗതം ആശംസിച്ച വിജി സാർ, ആശംസകൾ അർപ്പിക്കുന്ന ശൈലജ ടീച്ചർ, അതുപോലെ നന്ദി പ്രകാശിപ്പിക്കുന്ന ഉദയ സാർ. നമ്മുടെ പേരാവൂരിനെ സംബന്ധിച്ച് ഒരു ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ എത്തിയ സ്പോർട്സിൻ്റെ ഇതിർത്തി ചേർത്ത് വെച്ച നമ്മുടെ പ്രിയമുള്ളവരെ, നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ ക്ലബിൽ, അതുപോലെ തന്നെ ക്ലബുകൾ, അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങൾ എല്ലാം ഇവിടുന്നൊക്കെ അവർ ക്ഷണിക്കപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും ഗംഭീരമായ ഒരു സംഘാടക സമിതിയാണ് ഇന്നിവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ മാരത്തോൺ 2025 വളരെ ഗംഭീരമായി അതിനായിട്ട് കടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഇക്കാലത്തും ഉണ്ടാവും. ഇതിനുവേണ്ട എല്ലാ ആശംസകളും ചെയ്യണം. അതായത് നമ്മൾ സംസാരിക്കുന്ന യുണൈറ്റഡ് മർച്ചന്റ് ചേംബറിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റായ ബഷീർ അവറുകളാണ്.
2025 കരാർ മാരത്തോണിൻ്റെ ഡേറ്റ് ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട ഷാജി സാർ, അഭിനന്ദനായ നമ്മളെ ഷാജി അച്ഛൻ, വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികളെ, കരാർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ മാരത്തോണിനെ നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2017 ഞാൻ ഷിനോജ് നെല്ലിക്കൽ, നാസർ ടൈംസാർ അവരൊക്കെ കൂടി ഞങ്ങൾ കുടക്കച്ചിറ തറവാട്ടിലേക്ക് പോയത് ഈ മാരത്തോണിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആയിരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടന ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ആളുകളിൽ പ്രീതി ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഞങ്ങൾ നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഞങ്ങളന്ന് പോയത്. പിന്നീട് നേരത്തെ നമ്മളെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞല്ലേ, ഞങ്ങളന്നൊരു 10, 500, 600 ആളുകളെയാണ് യഥാർത്ഥത്തിൽ അന്ന് കണ്ടത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ 1200-ന് ആളുകളെ പങ്കെടുപ്പിച്ച് ഒരുപാട് ആളുകളുടെ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന, സ്പോർട്സ് ഹബ്ബായ പേരാവൂരിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ സഹകരണം കൊണ്ട് ഞങ്ങൾക്കത് വലിയൊരു വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞു. തുടർന്ന് അങ്ങോട്ട് അതിൻ്റെ എണ്ണം വർദ്ധിച്ചുവെങ്കിലും ആത്യന്തികമായി ഞങ്ങൾ ഒരു വ്യാപാര സംഘടന ആയതുകൊണ്ട് 2-3 വർഷത്തിന് ശേഷം ഞങ്ങൾ പിൻവാങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഇതിൻ്റെ പിതൃത്വത്തിന് ലോകാവസാനം വരെ മാറ്റമില്ല. ഞങ്ങളാണ് അതിൻ്റെ അച്ഛൻ. അപ്പോൾ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ രൂപീകരിച്ച സമയത്തും ഞാനും ഷിനോജൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾ അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെ തിരക്ക് കൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സമയം കിട്ടില്ല എന്നുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം 5200-ഓളം ആളുകളെ പങ്കെടുപ്പിച്ച് കഴിഞ്ഞ 2024 നടത്തിയ മാരത്തോൺ കേരള ചരിത്രത്തിലെ സ്പോർട്സ് രംഗത്ത് അല്ലെങ്കിൽ ഇത്തരം ഒരു മാരത്തോൺ രംഗത്ത് വലിയൊരു പരിപാടിയായിരുന്നു, വലിയൊരു മുന്നേറ്റമായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ മാരത്തോൺ ഏറ്റെടുത്ത പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ അതിൻ്റെ എന്താണോ മാരത്തോൺ ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ മാരത്തോൺ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ക്ലീൻ പേരാവൂർ, ഗ്രീൻ പേരാവൂർ എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ ഇത് ആരംഭിച്ചത്. പിന്നീട് അങ്ങോട്ട് സേ നോ ടു ഡ്രഗ്സ് എന്ന ആശയത്തോടു കൂടി കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ നടത്തുകയുണ്ടായി. ഏറ്റവും പ്രസക്തമായ ഒരു സമയത്താണ് വീണ്ടും ഈ മാരത്തോൺ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങൾ ഈ പറഞ്ഞ മാരത്തോണിൻ്റെ ആശയം ഞങ്ങളിൽ ഉണ്ടാക്കുകയും ഞങ്ങൾ അതിനോട് മുന്നോട്ട് നീക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ സ്റ്റാൻലി സാറും ബൈജു സാറും സെബാസ്റ്റ്യൻ സാറും ഒക്കെ വളരെ മുഖ്യ പങ്കുവഹിച്ച ആളുകളാണ്. അവർ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ചില കാഴ്ചപ്പാടുകളാണ് ഈ നിലയിൽ ഇതെത്തിയത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോഴും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇത് നല്ല ആളുകളുടെ കയ്യിലേക്കാണ് പേരാവൂർ മാരത്തോൺ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ കുട്ടിച്ചൻ സാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുടെ കഠിനമായ പരിശ്രമമാണ് ഇത്രയധികം വിജയം ഇതിലേക്ക് എത്തിച്ചേർന്നത് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം ഇന്ന് എനിക്കൊരു കാര്യം കൂടി മനസ്സിലായി. ഞാൻ 25 വർഷം കൊട്ടിയൂരിൽ ജീവിച്ച ആളാണ്. കൊട്ടിയൂർ നമുക്കറിയാം നല്ല ക്രിസ്ത്യൻ ബെൽറ്റുള്ള ഒരു പ്രദേശമാണ്. അതിൻ്റെ അടുത്ത അയൽവക്കാരനാണ് ഞാൻ. ഒരുപാട് അച്ഛന്മാരെയൊക്കെ കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ച് ഒരുപാട് ബന്ധങ്ങളുള്ള ആളാണ്. എൻ്റെ കൂടെ പഠിച്ച കുറേ അച്ഛന്മാരും വേറെയുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഈ ഷാജി അച്ഛനെ പോലെയുള്ള ഒരാൾ ഈ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷനുമായി സഹകരിക്കുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും വലിയ വിജയത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടാൽ തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ പല സ്ഥലത്തും സംസാരിക്കുമ്പോൾ ഈ അച്ഛന്മാർ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു അച്ഛൻ ടച്ച് ഉണ്ടാവും, ഒരു അച്ഛൻ ടച്ച്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ വളരെ തന്മയത്വത്തോടുകൂടി ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മന്ത്രിമാർ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രംഗത്തുള്ള പ്രവർത്തകർ സംസാരിക്കുന്ന സംസാര ചാതുര്യം, സംസാരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഞാനൊക്കെ അക്കാര്യത്തിൽ ഏറ്റവും താഴെക്കടയുള്ള ഒരാളാണ്. വളരെ ചാതുര്യത്തോടു കൂടി എല്ലാവരെയും കയ്യിലെടുത്തുകൊണ്ട് എല്ലാവരും
നമ്മുടെ ഉദ്ദേശം എല്ലാവരും ഒരിക്കൽ കൂടി കൈയടിക്കണം എന്ന് പറഞ്ഞതിന്റെ പുറകിൽ അദ്ദേഹം പറഞ്ഞു ഈ കൈയടിച്ച എല്ലാവരും 100 ആളെങ്കിലും ചേർക്കണമെന്ന്. അപ്പൊ അത്രത്തോളം ചാതുര്യത്തോടെ നമ്മോടൊപ്പം പെരാർ സ്പോർട്സ് ഫൗണ്ടേഷനോടൊപ്പം അച്ഛനുണ്ടെങ്കിൽ ഈ 2025 മാരത്തോണും കുട്ടിച്ചൻ സാർ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് 10,000 അദ്ദേഹം പറഞ്ഞ ഒരു നമ്പർ, അതിനപ്പുറത്തേക്ക് കടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ മാരത്തോണിന് യുണൈറ്റഡ് മാരത്തൺ ചേംബറിന്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും അറിയിക്കുന്നു. നന്ദി. മാഷാണ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ശശിമാഷ് നേരത്തെ വിളിക്കേണ്ടതായിരുന്നു, മാഷ് കയറി വന്നപ്പോഴേ പറഞ്ഞു ടയർഡാണ്. ഷാജിയത്തിന് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ, വയസ്സിപ്പോൾ 68 കഴിഞ്ഞു, 69 എത്തിയാണ് 68. അപ്പോൾ പൊതുരംഗത്തിന് വലിയ സൈഡ് വലിയാൻ വേണ്ടി ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി വളരെ മുമ്പേ എൻ്റെ ഒരു സുഹൃത്താണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആകുന്നതിന് മുമ്പ് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് തന്നെ ഒരു 32 വർഷം മുമ്പ്, 35 വർഷം മുമ്പ് പേരാർ പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ സ്റ്റാൻലിയിൽ ചെറുപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്ന് പുതിയ ടെക്നോളജി എല്ലാം പരിചയപ്പെടുത്തി അന്ന് മുതലുള്ള ഒരു ബന്ധമാണ്. ഞാനിങ്ങനെ സൈഡ് വേരിയൻ്റെ ഒരു ശ്രമത്തിലാണെന്ന് മനസ്സിലാക്കിയ സ്റ്റാൻലി കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് പറ്റില്ല, നിങ്ങൾ എന്തായാലും നമുക്ക് പറ്റാവുന്ന സഹായം ചെയ്തു തരണം. അതുകൊണ്ട് ഈ യോഗത്തിൽ കിടക്കണ്ടായിരുന്നു. അങ്ങനെയാണ് വന്നത്. എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്, ഈ കഴിഞ്ഞ തവണ നമ്മൾ നടത്തിയ മിച്ചം വെച്ച കാശ്, മിച്ചം വെച്ചെന്ന് പറയില്ല, ലാഭം എന്ന് പറയണ്ട, മിച്ചം വന്നിട്ടുള്ള കാശ്, അത് നമ്മുടെ ഈ നാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവി തലമുറക്ക് ഗുണം ചെയ്യുന്ന നമ്മുടെ സ്റ്റേഡിയത്തിന് വിനിയോഗിക്കാൻ തീരുമാനിച്ചു എന്ന് ഏറെ സന്തോഷിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ സംഘാടകർ, അതുപോലെ ഇതിൻ്റെ ഭാരവാഹികളോട് കൃതജ്ഞത രേഖപ്പെടുത്താൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് അതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അറിയാമെന്നറിയില്ല, ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായ ഘട്ടത്തിലും നമ്മുടെ സ്റ്റേഡിയത്തിന് ഒരു ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി അന്ന് 2 കോടിയാണ്, പിന്നീട് എത്രയാണ് കിട്ടിയെന്നറിയില്ല, 2 കോടി രൂപ ഫണ്ട് ലഭിക്കുകയും അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തി അത് നമ്മൾ അന്ന് സവസ്നൊക്കെ ഇവിടെ ഉണ്ട്. അന്ന് നമ്മളെ ഒക്കെ മനസ്സിൽ ഉണ്ടായിരുന്ന നമ്മളെ ആഗ്രഹത്തിനനുസരിച്ച് സ്റ്റേഡിയം നമുക്ക് ആ ഫണ്ട് കൊണ്ട്, സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതിൻ്റെ പല പരിമിതികളും കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഫണ്ട് ലഭ്യമാക്കാൻ നമുക്ക് അവസരമുണ്ട്. അതിന് ശ്രമിച്ചാൽ ഒരു സംശയമില്ല, ശ്രമിച്ചാൽ നമുക്ക് സർക്കാരിൻ്റെ ഫണ്ട് ഉൾപ്പെടെ വാങ്ങിച്ചെടുക്കാൻ കഴിയും. സർക്കാരിൻ്റെ 10 കോടിയേക്കാൾ വലുതാണ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ നൽകുന്ന 10 ലക്ഷം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവിധ ആശംസകളും നമ്മുടെ ഈ നേരത്തെ പറഞ്ഞല്ലോ 10,000 ഒരു സംശയമില്ല. ഞാൻ ഈ സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ഈ മേഖലയുടെ പ്രസിഡന്റാണ്. ഈ കുട്ടികളുടെ ഈ മേഖലയിൽ ഞങ്ങൾ ഏതാണ്ട് 3,500 മെമ്പർമാർ ഇപ്പോൾ നമ്മുടെ ഇതിലുണ്ട്. ഞാനിപ്പോൾ ഉറപ്പ് തരികയാണ്, ഞങ്ങളുടെ മെമ്പർമാരിൽ നല്ലൊരു പങ്കിനെയും നമുക്ക്, കാരണം ഈ സീനിയർ സിറ്റിസൺ വേഗം പറയാതെ പോകുമല്ലോ, ബാക്കി ഉള്ള ആളുകൾ വരുമ്പോൾ ഡിസംബർ മാസത്തേക്ക് ബാക്കിയുള്ള ആളുകൾ നല്ലൊരു പങ്കിനെ ഈ പരിപാടി പങ്കെടുപ്പിക്കാൻ ആവശ്യമായ രജിസ്ട്രേഷന് അവരെ കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യിക്കാനും അവരെ ഈ പരിപാടിയിൽ പങ്കാളികളാക്കാനും എൻ്റെ ഭാഗത്ത് ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകും. എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. നമസ്കാരം. ടെസ്വിൻ സാറോട് ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ഐറ്റം ഇത് വീഡിയോ ലോഞ്ചിങ് ആണ്. അപ്പൊ അത് അവസാനം ഞങ്ങൾ അപ്പുറത്തേക്ക് ഇരുന്നുകൊണ്ടാണ് ആ പ്രോഗ്രാം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇവിടെ ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. അത് ആർക്കെങ്കിലുമൊക്കെ ഇവിടെ സ്റ്റേജിൽ വന്ന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനുള്ള അവസരമാണ്. ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത് പേരാവൂര് ഈ പ്രദേശത്ത് ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട് പോലീസുകാരുടെ ഇടയിൽ. അവർ ഈ മാരത്തോൺ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എന്നും എന്നോടുകൂടെ അടിയുറച്ച് നിൽക്കുന്നവരാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 27 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. റിട്ടയർഡ് ചെയ്തവരുണ്ട്, സർവീസിലുള്ളവരുണ്ട്. അതിൽ നിന്നൊരാൾ വന്ന് സംസാരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബഹുമാനപ്പെട്ട റിട്ടയർഡ് എസ് ഐ റോയി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്റ്റാൻലി സാർ, അതുപോലെ ഷാജി അച്ഛൻ, അതുപോലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനികൾ,
പോലീസിൽ നിന്നും റിട്ടയർ ചെയ്തവരും ഇപ്പോൾ സർവീസിലുള്ളവരുമായിട്ടുള്ള കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മ പേരാവൂരും അതുപോലെ ഇരിട്ടിയുമായിട്ടുണ്ട്. അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്, നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നെ ഇതിലേറ്റവും ആകർഷിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന് ഇതിൻ്റെ വിഷനാണ്. ഈ മാരത്തോൺ സംഘടിപ്പിക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം. അത് നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ഈ സമൂഹത്തെ, നമ്മുടെ യുവതലമുറയെ ലഹരിയുടെ മാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എളിയ ശ്രമങ്ങൾക്ക് തങ്ങളുടേതായിട്ടുള്ള ഒരു പങ്കാളിത്തം, ഒരു റോള് നിർവഹിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ വർഷം ഇതുപോലൊരു മാരത്തോൺ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാരത്തോണിൽ ഞങ്ങളുടെ കൂട്ടായ്മയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സംഘാടനവും അതിൻ്റെ വിജയവും ഒക്കെ നമ്മളെ കണ്ടിട്ടുള്ളതാണ്. അതിൽ നിന്ന് സ്വരൂപിച്ച് കൂട്ടിയ കുറച്ച് എമൗണ്ട് 10 ലക്ഷം രൂപ ഈ സമൂഹത്തിന് വേണ്ടി നൽകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ 2 കാര്യങ്ങളും നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറയെയാണ് ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റേഡിയം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പോർട്സ് വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഇവിടുത്തെ യുവതലമുറ. അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ അതിൻ്റെ മായാവലയത്തിൽ അകപ്പെട്ടു പോകുന്നതും യുവതലമുറയും വിദ്യാർത്ഥികളുമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലൂടെയും ഭാവി തലമുറയെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷമായ ഒരു പ്രത്യേകത എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. കുട്ടിച്ചൻ സാറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നേരത്തെ അറിയുന്ന ആളാണ്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് വരാനുള്ള കാര്യം തന്നെ കുട്ടിച്ചൻ സാറായിട്ടുണ്ട് കൊണ്ടാക്കാം. ഞാൻ 1991 കണ്ണൂർ പോലീസിൽ വന്ന ആ സമയത്ത് കുട്ടിച്ചൻ സാറിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് കുട്ടിച്ചൻ സാറായിട്ട് എനിക്ക് ഒത്തിരി അടുപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന രീതികൾ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യബോധം, അർപ്പണബോധമൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ കുട്ടിച്ചൻ സാറ് കൂടി ഉൾപ്പെട്ട ഈ ഒരു സംഘം, അതിന് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് മറ്റൊരു ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളില്ലാത്ത, ഭാവിയെ മാത്രം മുന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീമിൻ്റെ കൈകളിലാണ് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും ഒത്തിരി പ്രതീക്ഷയ്ക്കും ആശയ്ക്കും നൽകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും 2025 ഡിസംബർ 27 ഞങ്ങൾക്ക് പ്രതീക്ഷയോട് നോക്കിയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗത്തു നിന്ന് ഊർജ്ജസ്വലമായിട്ട് പിന്തുണയും സഹകരണവും ഒക്കെ ഉണ്ടാകും. വ്യക്തിപരമായിട്ട് ഞാനും ഉണ്ടാകും എന്ന് മാത്രം ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ വാക്കുകൾ സമർപ്പിക്കുന്നു. നമസ്കാരം. ഫുഡ് റെഡിയായി എന്ന് അവിടെ നിന്ന് അറിയിക്കുന്നു. കുറേ ആൾക്കാർ വന്ന് നടക്കുന്നുണ്ട്. അവർക്കൊരു കൂട്ടായ്മയൊക്കെ ഉണ്ട്. അതിലെ മൂപ്പൻ എന്ന് പറയുന്ന ആള് നോമ്പൊക്കെ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്, നമ്മുടെ അരിപ്പയിൽ മുഹമ്മദ് ഖാൻ. അപ്പം അദ്ദേഹത്തെ വിളിക്കുന്നില്ല, അദ്ദേഹം വിളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടായ്മയിൽ കുറെ ആൾക്കാർ അവിടെ യോഗ ചെയ്തിട്ട് നടക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മുടെ ജയപ്രകാശ് ഏട്ടൻ വരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ഇവിടെ ഉണ്ടെങ്കിൽ വരണം. ജയപ്രകാശ്. ഭക്ഷണം തയ്യാറായി എന്നുള്ള അറിയിപ്പ് കിട്ടിയതോടുകൂടി ഇനി ആശംസകളൊന്നും കൂടുതൽ കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും ഞാൻ ഒന്നുകൂടി അഭിസംബോധന ചെയ്ത സമയം കളയുന്നില്ല. ഞാൻ കുട്ടിച്ചൻ സാറ് സൂചിപ്പിച്ചതുപോലെ പേരാവൂർ സെൻറ് ജോസഫ് സ്റ്റേഡിയത്തിൽ രാവിലെ 6 മണിക്ക് വരും. ഒരു 10 റൗണ്ട് ഓടും. പിന്നെ യോഗയൊക്കെ ചെയ്തൊരു 7-4 വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കുറേ ആളുകൾ, ഇപ്പോൾ സൂചിപ്പിച്ച നമ്മുടെ മൂപ്പൻ, അരിപ്പ നന്നായിക്ക, അതുപോലെ റസീക്ക, കുറേ ആൾക്കാരുണ്ട്. പിന്നെ ടോമി സാറ് എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് സമയമൊക്കെ ഒരു 5-10 മിനിറ്റൊക്കെ പ്രത്യേക ഗ്രൗണ്ട് കാര്യങ്ങളും പ്രാദേശിക കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ആ ചർച്ചക്കിടയിൽ ഇങ്ങനെ കൂട്ടായ്മ ആയിക്കൂടെ എന്നുള്ള ചിന്ത വന്നു. അങ്ങനെ റണ്ണേഴ്സ് ക്ലബ്ബ് എന്നുള്ളൊരു കൂട്ടായ്മ ഉണ്ടാക്കി. ഇതേ സേറ്റോ ഡ്രഗ് എന്ന് പറയുന്ന അതേ സംഗതി തന്നെ, ലഹരിക്കെതിരെ ഓടി തീർക്കാം, തോൽപ്പിക്കാൻ ലഹരിയെ, ഓടി തോൽപ്പിക്കാൻ ലഹരിയെ എന്നൊരു മുദ്രാവാക്യം നിർത്തി. അതാണ് ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു സംഭവം. അതെടുത്തുകൊണ്ട് ഈ വരുന്ന ഏപ്രിൽ 13-ാം തീയതി ഒരു മിനി മാരത്തോൺ 150 ആളുകളെ ലിമിറ്റ് ചെയ്തു, രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഏതായാലും അതിനു മുമ്പേ ഈ നമ്മുടെ ഈ ബൃഹത്തായ മാരത്തോൺ, ആ മാരത്തോണിൽ ഞാൻ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ 2 വർഷം, ഈ വർഷത്തിന് തൊട്ട് മുമ്പ് 2 വർഷമൊക്കെ ഞാൻ 2-3 വർഷം പങ്കെടുത്തത് 3.5 കിലോമീറ്ററിൻ്റെ നടത്തത്തിലായിരുന്നു. എനിക്ക് ഓടാൻ കഴിയുന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ വർഷം വിചാരിച്ചെന്നാൽ 10.5 കിലോമീറ്ററിന് എടുത്തൂടെ എന്ന് വിചാരിച്ച് 10.5 കിലോമീറ്ററിന് ഞാൻ പേര് കൊടുത്തു. പിന്നെ ചെങ്കടിപ്പാണ്, ഇത് ഓടി തീർക്കാൻ പറ്റുമെന്നുണ്ട്. അപ്പം ഞാൻ പേരാവ് ന്യൂട്രീഷൻ സെൻ്ററുമായി ബന്ധപ്പെട്ട് ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, ഫുഡ് തെറാപ്പി കാര്യങ്ങളൊക്കെ. അപ്പം ആ സമയത്ത് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായി. ഞാൻ സെൻറ് ജോസഫ്സ് ഗ്രൗണ്ടിൽ ആദ്യം പോയ സമയത്ത് എനിക്കൊരു 100 സ്റ്റെപ്പ് മാത്രമേ ഓടാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് ഞാൻ കൂട്ടി 5 റൗണ്ട് പൂർത്തീകരിച്ചപ്പോൾ എനിക്ക് തോന്നി 10.5 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്ന്. അങ്ങനെ 10.5 കിലോമീറ്ററിൽ ഓടി നടന്ന് ഞാൻ തീർത്തു. ഞാൻ 10.5 കംപ്ലീറ്റ് ചെയ്ത് ഞാൻ എൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു. അവിടെ റിഫ്രഷ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനൊന്നും നിന്നില്ല. പെട്ടെന്ന് ഞാൻ ഈ ടെമ്പിളിൽ പോകും, സാറ്റർഡേ ആയതുകൊണ്ട് കൊട്ടിയൂരേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ എൻ്റെ പേര് ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു 1000 രൂപയുടെ ഗിഫ്റ്റ് എൻ്റെ പേരിൽ അവിടെ അനൗൺസ് ചെയ്തെന്ന് കേട്ടു. അങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ മാരത്തോണുമായി മുന്നോട്ട് പോകണം. മാരത്തോണുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ ആശയം, ലഹരിക്കെതിരായിട്ടുള്ള ഈ ആശയം, അത് ഒരു വലിയ സംഭവം തന്നെയാണ്. ഞാൻ ഇന്ന് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം എന്താണ് ലഹരി, അതിൻ്റെ അപകടം എന്താണെന്നൊക്കെ അറിയാം. നമുക്കത് കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല മാർഗം മാരത്തോണാണ്. അതുപോലെ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷെ മാരത്തോണിൽ കൂടി എത്തിക്കുമ്പോൾ അത് 10,000 ആളുകളുടെ മാരത്തോൺ എന്ന് പറയുമ്പോൾ 10,000 ആളുകളിൽ കൂടി അത് എത്രമാത്രം സ്പ്രെഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കണം. ഇവിടെ അച്ഛനൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു, 10,000 എന്നുള്ളത് കുറയാൻ പാടില്ല എന്ന്. ആ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ചോദിക്കാൻ പോയ ചോദ്യം മറന്നുപോയത് കൊണ്ടാണ്. ഇവിടെ ഈ 40 വയസ്സിൽ താഴെ പ്രായമുള്ളവർ നോക്കി കൈവക്കാമോ? 40 വയസ്സിൽ താഴെ പ്രായമുള്ളവർ എല്ലാവരും ഒന്ന് കണ്ടേ, പ്രാർത്ഥിക്കും. അപ്പോൾ യുവജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് വളരെ നിസ്വാർത്ഥമായി കൊടുക്കുന്ന കോച്ചിങ്ങിന്റെ ഭാഗമായി 536 യുവജനങ്ങള് യൂണിഫോം ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അതിന് സാറിന് പ്രത്യേകമായി നല്ലൊരു കൈയടി കൊടുക്കുക. ഇനി കൈയടിച്ചാൽ മാത്രം പോരാ, ഇങ്ങോട്ടേക്ക് ധാരാളം യുവജനങ്ങളെ പറഞ്ഞു വിടണം. നമ്മുടെ നാട്ടിൽ നിന്ന് ഗവൺമെന്റ് സർവീസിലേക്ക് ധാരാളം കുഞ്ഞുങ്ങൾ കടന്നു വരട്ടെ. താങ്ക് യു. ലൈറ്റ് സ്പോൺസർ ആവാൻ പറ്റിയതിൽ കാനറ ബാങ്കിന് വളരെയേറെ സന്തോഷമുണ്ട്. 2025 ഞങ്ങൾക്ക് ഇതേ നിങ്ങളോടുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് 2025 പേരാവൂർ മാരത്തോൺ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എല്ലാവിധ ആശംസകളും 2025 പേരാവൂർ മാരത്തോണിന് ഞങ്ങൾ കാണാമോ മെമ്പർ? ആ ഓക്കെ, സാറോടെ
ആയിട്ട് ചെസ് കോച്ചിങ് ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലാ സൺഡേയിലും 3 മണി തൊട്ട് 5 മണി വരെ ചെസ് കോച്ചിങ് ക്ലാസ് നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ പേരാവൂർ ഏരിയ, കണ്ണൂർ ജില്ലയിലെ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടിട്ടാണ് ചെസ് കോച്ചിങ് ക്ലാസ് നടക്കുന്നത്. അതിൽ സെലക്റ്റഡ് ആയ അന്താരാഷ്ട്ര റേറ്റിംഗ് ഉള്ള 20 പേരെ സെലക്ട് ചെയ്ത് മെയ് 12, 13, 14 തീയതികളിൽ നാഷണൽ കോച്ച് വന്നിട്ട് അവർക്ക് കോച്ചിങ് പ്രത്യേകമായിട്ട് പരിശീലനം നൽകുന്നുണ്ട്. നമ്മുടെ PSF-ഉം അതുപോലെ തന്നെ ജിമ്മി ജോർജ് ചെസ് ക്ലബ്ബ് പേരാവൂരിൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇത് നടന്നു വരുന്നത്. പേരാവൂർ ഏരിയയിലെ കുട്ടികളെ വരും വർഷങ്ങളിൽ ഒരു IM ഇന്റർനാഷണൽ മാസ്റ്റർ അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ അടുത്ത വരും വർഷങ്ങളിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുട്ടികളിൽ പരിശീലനം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ മെയ് 12, 13, 14 തീയതികളിൽ എല്ലാവരെയും ഗുഡർത്ത് ചെസ് കഫേയിലേക്ക് ക്ഷണിക്കുകയാണ്. അന്നത്തെ കോച്ചിങ് ക്ലാസ് നാഷണൽ പ്ലെയറാണ് നടക്കുന്നത്. ജ്യോതിലാൽ കോഴിക്കോടാണ് നടത്തുന്നത്. എല്ലാവരും അന്ന് അതിനും കൂടി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിന് എല്ലാവരോടും താങ്ക് യു. വ്യക്തിത്വങ്ങളെ, എനിക്ക് ഒരുപാട് സന്തോഷം നമ്മുടെ ഈ ഹാള് നിറഞ്ഞ് ആളുകളെ കണ്ടതിൽ. അതായത് പേരാവൂരിനെ സ്നേഹിക്കുന്ന, സ്പോർട്സിനെ സ്നേഹിക്കുന്ന, പേരാവൂർ സ്പോർട്സ് ഫെഡറേഷനെ സ്നേഹിക്കുന്ന, മാരത്തോണിനെ സ്നേഹിക്കുന്ന ആളുകളാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ 2025 ഡിസംബർ 27 നടക്കുന്ന ആ മാരത്തോണിൽ നമ്മുടെ ലക്ഷ്യമിട്ടിരിക്കുന്ന 10,000, അത് കുറഞ്ഞു വന്നാലൊരു 7,500 എങ്കിലും മറികടക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന വിവിധ നമ്മുടെ പേരാവൂർ മേഖലയിലുള്ള വിവിധ ക്ലബിൻ്റെ പ്രതിനിധികളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് മറ്റ് സംഘടനകളുടെ പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിന് നമ്മൾ നാളെ മുതൽ നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് നമ്മളെ എല്ലാ രീതിയിലും സഹകരിക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴേ ഒരു ട്രഷറർ എന്ന നിലയിൽ ഈ വർഷം നമ്മൾ മിച്ചം പിടിച്ച ആ ഒരു 13 ലക്ഷം എന്നുള്ളത് ഒരു 33 ലക്ഷമോ 50 ലക്ഷമോ ആക്കി മാറ്റാൻ സാധിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. ആ ആഗ്രഹത്തിന്റെ നമ്മളെ സെക്രട്ടറി പറഞ്ഞതുപോലെ അതിന്റെ വലിയൊരു ഭാഗം, മേജർ ഷെയറും അത് ഇവിടെ പേരാവൂരിന്റെ സ്പോർട്സിന്റെ പ്രൊമോഷന് വേണ്ടി അത് സ്റ്റേഡിയത്തിനായാലും മറ്റേ ക്ലബ്ബുകൾ, സ്പോർട്സ് ക്ലബ്ബുകളുടെ ഇവിടെ കോച്ചിങ് ക്യാമ്പുകൾ നടത്താൻ വിനിയോഗിക്കുന്നതിനായാലും നമ്മൾ ചെയ്യുമെന്നാണ് നമ്മൾ ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ ഈ പ്രവർത്തനവുമായിട്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഭക്ഷണത്തിന്റെ സമയമായി, അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറയാണ്. ഇന്നവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേർക്കും ഒറ്റ വാക്കിൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതോടൊപ്പം ഒരു പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തില് തൊണ്ടിയിലെ ചെസ് കഫേയിൽ വെച്ച് ഒരു നേത്ര പരിശോധന ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒത്തിരി പേര് ഉണ്ട്. നമ്മൾ 100 പേരെയാണ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. 150 കഴിഞ്ഞു. അപ്പോൾ പിന്നെ 100ഓളം പേർക്ക് നമുക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നും അങ്ങോട്ടുള്ളൊരു ക്യാമ്പ് നടത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ക്യാമ്പിൽ ഒരു അറിയിപ്പായിട്ട് കണ്ടുകൊണ്ട് നാളെ എല്ലാവരും എത്തിച്ചേരണം. അത് വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.